ഹായ് ഓൾ. പ്രിസം എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 5 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 208 4 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ അതിനാവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിലിണ്ടറിനെ പറ്റിയിട്ടാണ് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? സിലിണ്ടറിൻ്റെ വോളിയത്തിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പം ഇതാണൊരു സിലിണ്ടർ ആണല്ലോ. ഈ സിലിണ്ടറിൻ്റെ നോക്കിക്കേ, ഈ താഴത്തുള്ള ഈ ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് ബേസ് എന്ന് പറയും. മേലുള്ള ഈ ഒരു ഭാഗത്തിനും എന്തെന്നാണ് പറയാം? ബേസ് എന്നാണ് പറയാം. അപ്പം ഒരു സിലിണ്ടറിന് അതല്ലെങ്കിൽ ഏതൊരു പ്രിസമായാലും അതിന് എത്ര ബേസ് ഉണ്ടായിരിക്കും? 2 ബേസ്. ഐഡൻറ്റിക്കലായിട്ടുള്ള ഷേപ്പ് 2 ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിന് ബേസ് എന്നാണ് പറയാം. ഇനി ഈ ഒരു ഭാഗത്തിനല്ലേ ഇത് സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് എന്നാണ് പറയാം. കർവ്ഡ് സർഫസ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് ഇത് കേർവ്ഡ് സർഫസ് എന്നാണ് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ കാണാനും ടോട്ടൽ സർഫസ് ഏരിയ കാണാനുമാണ്. അപ്പോൾ എങ്ങനെയാണ് കർവ്ഡ് സർഫസിൻ്റെ ഏരിയ കാണാൻ നോക്കാം. ഈ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച പ്രിസത്തിൻ്റെയൊക്കെ ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു പോർഷനാണ്. അത് സിലിണ്ടറിലേക്ക് വരുമ്പം വളഞ്ഞിട്ടായതുകൊണ്ട് കർവ്ഡ് സർഫസ് എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല എങ്ങനെയാണ്? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസമാണ്. ബേസ് പെരിമീറ്ററിനെ പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. ഇനി നോക്കുക, ഈ കാണുന്ന ബേസിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു സർക്കിളാണല്ലേ. അങ്ങനെയാണ് ഈ ബേസ് പെരിമീറ്ററിന് പകരം എനിക്ക് എന്തെന്ന് പറയാം? ബേസ് സർക്കംഫറൻസ് എന്നും കൂടെ പറയാം. ബേസ് സർക്കംഫറൻസ് ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം എന്ന് പറയാം. ഇനി ഈ സർക്കിളിൻ്റെ ബേസിൻ്റെ പെരിമീറ്റർ അതല്ലെങ്കിൽ സർക്കംഫറൻസ് എങ്ങനെയാണ് കാണാം? നോക്കിക്കോ, ഞാൻ തൽക്കാലം ഇതൊന്നും വായിക്കുന്നുണ്ട്. ഈ ഒരു ബേസ് അതിൻ്റെ റേഡിയസ് ഒരു 6 ആണെന്ന് വിചാരിക്കുക. ബേസിൻ്റെ റേഡിയസ് എന്താണ്? 6. ഈ കാണുന്ന പ്രിസത്തിൻ്റെ ടോട്ടൽ ഹൈറ്റിനെ ഞാൻ തൽക്കാലം h എന്ന് വിളിച്ചു. ഇവിടെ 6 ആണ് റേഡിയസ് എങ്കിൽ ബേസിൻ്റെ സർക്കംഫറൻസ് കാണാൻ 2πr എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2πr ഇൻറ്റു h ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. ഇനി ഈ കാണുന്ന റേഡിയസിന് പകരം ഈ ഡയാമീറ്റർ ആണ്, ബേസിൻ്റെ ഡയാമീറ്റർ ആണ് തന്നതെങ്കിൽ അവിടെ നമുക്ക് സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല പൈ ഇൻറ്റു ഡി എന്നാണ്. നമ്മൾ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പം ഇവിടെ പൈ ഡി ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം പൈ ഡി എച്ച് എന്ന് കിട്ടും. അപ്പോൾ ഈ 2 ഫോർമുലാസ് നമ്മൾ അറിഞ്ഞു തന്നാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി കർവ്ഡ് സർഫസ് ഏരിയൻ്റെ കൂടെ ഈ കാണുന്ന ഒരു ബേസും മേലത്തെ ബേസും കൂടെ കൂട്ടിച്ചേർന്ന് എന്തായിരിക്കും? ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. പ്രിസത്തിൽ ചെയ്ത അതേപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. 2 ബേസ് വരും, അതുകൊണ്ടാണ് 2 ബേസ് ഏരിയ വരുന്നത്. 2 ഇൻറ്റു ബേസ് ഏരിയ വരുന്നത്. അപ്പോൾ അതിനെ ഫോർമുലയാക്കിയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ 2πr ഇൻറ്റു h അതല്ലേ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു πr സ്ക്വയർ. πr സ്ക്വയർ ആണ് ഒരു ബേസിൻ്റെ ഏരിയ. അപ്പോൾ 2πr സ്ക്വയർ എന്ന് വരും, 2 ബേസിൻ്റെ ഏരിയ. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഒരു പേജിലുള്ള എല്ലാ ചോദ്യങ്ങളുടെ ആൻസറും ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ ബിൽഡിംഗ് ദർ ആർ 12 സിലിണ്ടറിക്കൽ പില്ലേഴ്സ്. ഒരു സ്കൂൾ ബിൽഡിങ്ങിൽ 12 സിലിണ്ടറിക്കൽ പില്ലേഴ്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പ്രിസം പോലെ തന്നെ ഉണ്ടായിരിക്കും പില്ലേഴ്സ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ തൂണുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈച്ച് ഓഫ് ബേസ് ഡയാമീറ്റർ 1/2 മീറ്റേഴ്സ്. ഓരോന്നിൻ്റെയും ബേസിൻ്റെ ഡയാമീറ്റർ ശ്രദ്ധിക്കണം. ഇവിടെ ബേസിൻ്റെ റേഡിയസ് അല്ല, ബേസിൻ്റെ ഡയാമീറ്റർ ആണ് തന്നത്. 1/2 മീറ്റേഴ്സ് ആണ്. ആൻഡ് ഹൈറ്റ് 4 മീറ്റേഴ്സ്. ആ ഒരു പില്ലറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ് 4 മീറ്റർ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ പില്ലർ എന്നാണ് ചോദിച്ചത്. ആ ഒരു പില്ലറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അത് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ പില്ലർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസിൻ്റെ ഡയാമീറ്റർ, ഈ കാണുന്ന ഒരു ഡയാമീറ്റർ തന്നിട്ടുണ്ട് 1/2 മീറ്റർ, 1/2 മീറ്റർ ആണ്.
ഈ പില്ലറിൻ്റെ ടോട്ടൽ ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. പില്ലറിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. ഈ 2 ഡാറ്റാസാണ് തന്നത്. ഇനി കണ്ടുപിടിക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അപ്പോൾ തന്ന കാര്യങ്ങൾ ഞാൻ ഇവിടേക്ക് ഒന്ന് എഴുതുകയാണ്. ബേസ് ഡയാമീറ്റർ 1/2 മീറ്റേഴ്സ്, ഹാഫ് മീറ്റേഴ്സ്. ഇനി ഹൈറ്റ് ഓഫ് പ്രിസം, ഇവിടെ പില്ലറാണ്, അപ്പോൾ ഹൈറ്റ് ഓഫ് പില്ലർ 4 മീറ്ററാണ്. കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ ബേസ് സർക്കംഫറൻസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷനായിട്ട് അല്ലെങ്കിൽ ഫോർമുലയായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് പൈ ഡി ആണ്. പൈ ഡി ഇൻറ്റു എച്ച്. അതെന്തുകൊണ്ടാണ് ഈ ഡി കൊടുത്തത്, ഇവിടെ ഡി എന്നുള്ള ടേം കൊടുത്തത്? കാരണം നമുക്ക് തന്നിരിക്കുന്നത് ഡയമീറ്റർ ആണ്. റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും, റേഡിയസ് ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ നേരിട്ട് നമുക്ക് ഡയമീറ്ററിൻ്റെ ഫോർമുല തന്നെ കൊടുക്കാം. ഇനി നേരെ വാല്യൂസ് പുട്ട് ചെയ്യാം. പൈ ഇൻറ്റു പൈക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം 3.14 ഇൻറ്റു ഡീൻ്റെ വാല്യൂ 1/2, ഡയമീറ്റർ 1/2 ആണ്, ഇൻറ്റു 4. ഹൈറ്റ് നമുക്കറിയാം, ഇവിടെ മേലെ തന്നിരിക്കുന്നത് 4 ആണ്. ഇവിടെ വർക്കിംഗ് കോളത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3.14 ഇൻറ്റു 1/2 ഇൻറ്റു 4. ആദ്യം തന്നെ 6 വെട്ടിപ്പോവും. ഈ 2ഉം ഈ 4ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്നാണ് ഇനി ആൻസർ കിട്ടുക. ഇനി 2 ഇൻറ്റു 1 2 തന്നെയാണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 6.28 ആണ് കിട്ടുക. അപ്പം ഇതിൻ്റെ ആൻസർ 6.28 മീറ്ററിലാണ് അളവ് തന്നത്. അപ്പോൾ മീറ്റർ സ്ക്വയർ അതല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നമുക്കായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം, അതിൻ്റെ ആൻസറും ചെയ്യാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഓൾ ദ പില്ലേഴ്സ് അറ്റ് 80 റുപ്പീസ് പെർ സ്ക്വയർ മീറ്റേഴ്സ്. ഈ പില്ലറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര പില്ലറാണ് ഉള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 12 പില്ലറാണുള്ളത്. ടോട്ടൽ 12 പില്ലേഴ്സാണുള്ളത്. ഒരു സ്ക്വയർ മീറ്ററിന് 80 റുപ്പീസാണ് ചാർജ്. എന്ന് വെച്ചാൽ 1 മീറ്റർ സ്ക്വയർ നമുക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ 80 രൂപ ചിലവുണ്ട്. അങ്ങനെയാണ് ഈ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ അറിയേണ്ടത് ടോട്ടൽ എത്ര ഏരിയസ് പെയിൻറ്റ് ചെയ്യാനുണ്ടെന്ന് അറിയണം. ഇവിടെ നോക്കിക്കേ, ഒരു കർവ്ഡ് സർഫസ് ഏരിയയാണ് നമുക്ക് കിട്ടിയ 6.28. അങ്ങനത്തെ 12 പില്ലേഴ്സാണുള്ളത്. അപ്പം ടോട്ടൽ ഏരിയ ടു ബി പെയിൻറ്റഡ്, പെയിൻറ്റ് ചെയ്യേണ്ട ടോട്ടൽ ഏരിയ എത്രയാണ്? 6.28 ഇൻറ്റു 12 ആണ്. 6.28 ഇൻറ്റു 12. 1 മീറ്റർ സ്ക്വയറിന് അത്രയും മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ നമ്മുടെ വാല്യൂ, അത്രയും മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പെയിൻറ്റ് ചെയ്യേണ്ട ഏരിയ 6.28 ഇൻറ്റു 12. അതിന് ഓരോ സ്ക്വയർ മീറ്ററിനും 80 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 80 ഇൻറ്റു 80 ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി ഇത് നമ്മൾ ഗുണിച്ച് കണ്ടുപിടിക്കണം. 6.28ന് പകരം 628 ഇടാം, ലാസ്റ്റ് പോയിൻ്റ് ഇടാം, ഇൻറ്റു 12 ചെയ്ത് നോക്കാം. 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16, ബാക്കി റിമൈൻഡർ 1 ഉണ്ട്. 2 ഇൻറ്റു 2 4 ആണ്. 4ഉം 1ഉം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 കിട്ടും. 2 ഇൻറ്റു 6 12 ആണ്. ഇനി 1 ഇൻറ്റു 628 എന്ന് പറഞ്ഞാൽ 628 തന്നെ വരും. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 6, 8ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 13, ബാക്കി 1. ഇവിടെ 2ഉം 2ഉം 1ഉം കൂട്ടിയാൽ 5 കിട്ടും. റിമൈൻഡർ ഇല്ല. 6ഉം 1ഉം 7. 7536 എന്നാണ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക. ഇനി ഈ 7536നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് അല്ല, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 ഇൻറ്റു 6 48, റിമൈൻഡർ 4 ഉണ്ട്. 3 ഇൻറ്റു 8 24 ആണ്. 24നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 28, ബാക്കി റിമൈൻഡർ 2. 8 ഇൻറ്റു 5 40 ആണ്. 40 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 42, പിന്നെ ഒരു 4 ഉണ്ട്. 8 ഇൻറ്റു 7 56 ആണ്. 56ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ 60
288 എന്നാണ് കിട്ടുക. പിന്നെ ഒരു സീറോയും കൂടെ നമുക്ക് ആഡ് ചെയ്യാണ്ട്, കാരണം നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ശരിക്കും 80 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം 602880 ഇതാണ് വാല്യൂ. പക്ഷെ ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഒരു 6.28 അല്ലേ, അവിടെ 2 പ്ലേസ് കഴിഞ്ഞാൽ പോയിൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് വേണം, 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പം 6028.80 അല്ലെങ്കിൽ 8 റുപ്പീസ്, അത്രയും രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റായിട്ട് വരിക. അപ്പോൾ ചെയ്തത് വളരെ എളുപ്പമാണ്. ആദ്യം കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചു, നമുക്ക് 6.28 കിട്ടി. ടോട്ടൽ ഏരിയ പെയിൻറ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കാൻ 6.28 × 12 ചെയ്തു. കാരണം എന്താണ്, 12 പില്ലേഴ്സാണുള്ളത്. ഇനി 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയായതുകൊണ്ട് × 18 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റുപ്പീസും കിട്ടും, 6028.80 അത്രയും കിട്ടി. ഇനി നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The drum of a road roller has base diameter 80 centimeters and length 1.2 meters. നിങ്ങൾക്ക് ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഫിഗറിൽ ഈ കാണുന്ന ആളെയാണ് നമ്മൾ റോഡ് റോളറിൻ്റെ ഡ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഈ സിലിണ്ടറിൻ്റെ ഡയാമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ ഡയാമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 80 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 80 സെൻറ്റിമീറ്റേഴ്സ്. പിന്നെ പറഞ്ഞൊരു ടേം ലെങ്ത് ആണ്. ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസിനെയാണ്. അപ്പോൾ നമ്മളൊരു സിലിണ്ടറിനെ വെച്ച് നമ്മൾ ഇതുവരെ പഠിച്ചത് ആ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഇവിടെ ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നതിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ഹൈറ്റ് എന്നാണ്. അപ്പോൾ കുത്തനെ വെക്കുമ്പോൾ അത് ഹൈറ്റായിട്ട് മാറും അല്ലേ. അപ്പോൾ ആ ഹൈറ്റാണ് നമുക്ക് തന്ന 1.2 മീറ്റേഴ്സ്. ശ്രദ്ധിക്കണം, ഇവിടെ തന്നത് സെൻറ്റിമീറ്ററിലും ഇവിടെ തന്നത് എന്തിലുമാണ്, മീറ്ററിലുമാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റോഡ് ലെവൽഡ് വെൻ ഇറ്റ് റോൾസ് വൺസ്. ഇതൊരു വട്ടം പൂർണ്ണമായിട്ട് കറങ്ങുമ്പോൾ ലെവൽ ചെയ്ത റോഡിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് നമ്മൾ ഓർക്കേണ്ടത്, ഈ കാണുന്ന റോഡ് റോളർ ഒരു വട്ടം പൂർണ്ണമായിട്ട് കറങ്ങുകയാണെങ്കിൽ അവിടെ ലെവൽ ചെയ്യുന്ന റോഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ആ ഏരിയ എന്തിന് ഈക്വലായിരിക്കും, ഈ റോളറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് ഈക്വലായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ പോയിൻ്റ്. പിന്നെ ഹൈറ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്, കേർവ്ഡ് സർഫസ് ഏരിയ നേരിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആൻസറിൽ ഞാൻ ആ പോയിൻ്റ് ഡയറക്റ്റ്ലി എഴുതി വെച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് റോഡ് ലെവൽഡ് വെൻ ഇറ്റ് റോൾസ് വൺസ്, അതെന്തിന് ഈക്വലാണ്, കേർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് ഈക്വലാണ്. ആ പോയിൻ്റ് നേരെ തന്നെ എഴുതി വെക്കാം. ഇനി കേർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഡാറ്റയാണ് ഇവിടെ തന്നത്. ഒന്ന് ഡയമീറ്റർ, ബേസ് ഡയമീറ്റർ തന്നിരിക്കുന്നത് 80 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് തന്നത്. അടുത്ത് തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് ഡ്രം എന്നാണ് തന്നത്. ഞാനിവിടെ അതിനെ ഹൈറ്റ് തന്നെ വിളിക്കുകയാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പ്രിസത്തിൻ്റെ ഹൈറ്റ് 1.2 മീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് തന്നത് സെൻറ്റിമീറ്ററിലും ഈ ഒരു മെഷർമെൻറ്റ് മീറ്ററിലുമാണ്. 2 ഒരേ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ലെങ്ത്തിനെ 2 യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കരുത്, ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 1.2 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 1.2 × 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ കാര്യം ഒന്ന് ഓർക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 120 സെൻറ്റിമീറ്റർ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഹൈറ്റ് കിട്ടി 120 സെൻറ്റിമീറ്റർ, ഡയമീറ്റർ കിട്ടി 80 സെൻറ്റിമീറ്റർ. ഇനി ഡയറക്റ്റ്ലി കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കിവിടെ തന്നത് ഡയാമീറ്റർ അല്ലേ. ഡയാമീറ്ററിൻ്റെ ടേംസിൽ നമ്മൾ ആ ഫോർമുല എഴുതുമ്പം πdh എന്നാണ് ഫോർമുല. അപ്പോൾ നേരെ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, πdh. ഇനി ജസ്റ്റ് വാല്യൂ കൊടുക്കാം, 3.14 പൈൻ്റെ വാല്യൂ. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ് 80. എവിടെ നിന്ന് കിട്ടി? ഇവിടെ മേലെ തന്നിട്ടുണ്ട്, ഡയമീറ്റർ എത്രയാണ്, 80. ഇനി ഹൈറ്റ് 120 ആണ്. അപ്പോൾ നേരെ അതിൻ്റെ 120 കൊടുത്തു, 120. ഇനി ഇത് നമ്മൾ സാധാരണ ഗുണിക്കുന്ന പോലെ തന്നെ ഗുണിച്ച് കണ്ടുപിടിക്കണം. അപ്പം 3.14 എന്ന് പറയാൻ തൽക്കാലം 314 എടുത്തു, ഇൻറ്റു ഈ 2 സ്ഥലത്തും 2 പൂജ്യങ്ങളുണ്ട്, തൽക്കാലം അവരെ മാറ്റി വെക്കാം. ആദ്യം ഞാൻ 8 കൊണ്ട് ഗുണിച്ചു, 8 × 4 32 ആണ്, ബാക്കി റിമൈൻഡർ 3. 8 × 1 8 ആണ്, 8ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11 എന്ന് കിട്ടും. വീണ്ടും റിമൈൻഡർ 1. 8 × 3 24 ആണ്, റിമൈൻഡർ 1 കൂടെ കൂട്ടുമ്പോൾ 25 കിട്ടും. ഇനി 25 12 2512 × 12.
2 × 2 4, 2 × 1 2, 2 × 5 10, ബാക്കി റിമൈൻഡർ 1, 2 × 2 4, 4 1 5, 5024 എന്ന് കിട്ടും അതിൻ്റെ ആൻസർ. വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നമ്പർ 2 1 5 2 ആഡ് ചെയ്യുക. 4 4 1 10 എന്ന് കിട്ടും. ബാക്കി റിമൈൻഡർ 1 3 എന്ന് കിട്ടും. 3 0 1 4 4. അതാണ് നമുക്ക് 314 × 8 × 12 കിട്ടുക. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ 8 അല്ല 80 ആണ്. 80 ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 0 കൂടെ ചേരും. വീണ്ടും 12 അല്ല 120 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 0 കൂടെ ചേരും. അപ്പോൾ നമുക്ക് നേരെ ആൻസർ ചെയ്താം. 3 0 1 4 4 0 0. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 314 അല്ലായിരുന്നു. നമുക്ക് ഏതാ കറക്റ്റ് നമ്പർ? 3.14 ആണ്. അപ്പോൾ അവിടെ 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു പോയിൻറ്റും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പുറകിൽ നിന്ന് 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. 3 0 1 4 4. താഴോട്ട് മാറ്റി ചെയ്താണെങ്കിൽ 3 0 1 4 4. അത്രയും സെൻറ്റിമീറ്ററിലാണ് എല്ലാ അളവും നമ്മൾ എടുത്തത്, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് റോഡ് ലെവൽഡ് കിട്ടുക. കർവ്ഡ് സർഫസ് ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. അത് തന്നെയാണ് ആര്? ഏരിയ ഓഫ് റോഡ് ലെവൽഡ് വെൻ ഇറ്റ് റോൾസ് വൺസ് എന്ന് പറയുന്നത്. അപ്പം 30,144 അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നേരെ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ദ ബേസ് ഏരിയ. ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും അതിൻ്റെ ബേസ് ഏരിയയും എങ്ങനെയാണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ്? കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആണെങ്കിൽ ബേസ് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ചെയ്ത് നോക്കാം. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ബേസ് റേഡിയസ് ഞാൻ തൽക്കാലം R എന്ന് വിളിച്ചു. ഹൈറ്റ് ഓഫ് പ്രിസം, ഇതാണ് ഹൈറ്റ് ഓഫ് പ്രിസം വരിക. ഈ ഹൈറ്റ് ഓഫ് പ്രിസത്തിന് ഞാൻ എന്തെന്ന് വിളിച്ചു? H എന്ന് വിളിച്ചു. അത് ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വെക്കും കൂടെ ചെയ്യാം. ലെറ്റ് ബേസ് റേഡിയസ് ഈക്വൽ ടു R ആൻഡ് ഹൈറ്റ് ഓഫ് പ്രിസം. പ്രിസം എന്ന് പറഞ്ഞാൽ ഇവിടെ സിലിണ്ടറിക്കൽ പ്രിസം, സർക്കുലർ പ്രിസമാണ്. അപ്പോൾ സിലിണ്ടറാണ്. സിലിണ്ടർ ഈക്വൽ ടു H. കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചു. ഇനി നമ്മളോട് പറഞ്ഞത് എന്താ? കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. കർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 2πr × H എന്നാണ് ഫോർമുല. ബേസ് ഏരിയ കണ്ടുപിടിക്കാനോ? πr² എന്നാണ്. ഇനി ഇതിനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2πr × H അങ്ങനെ തന്നെ വന്നോട്ടെ. πr² π × r × r എന്ന് എഴുതി. കാരണം r² എന്ന് പറഞ്ഞാൽ എന്താണ്? r × r ആണ്. ഇവിടെ ആരെങ്കിലും കട്ട് ചെയ്തു പോവോ? ഇതൊരു ഇക്വേഷൻ അല്ലേ? ഇക്വേഷനിൽ രണ്ട് സൈഡിലും ഒരേപോലുള്ള ആളുകളുണ്ടെങ്കിൽ കട്ട് ചെയ്തു പോകും. അപ്പോൾ പൈയും രണ്ട് സൈഡിലും വരുന്നുണ്ട്. ആറും രണ്ട് സൈഡിൽ വരുന്നുണ്ട്. അവർ കട്ട് ചെയ്തു പോകും. പിന്നെ ഇവിടെ വരാം 2 times H, 2H ആണ് വരിക. അപ്പുറത്തെ റേഡിയസും. അപ്പോൾ ഇതാണ് ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ. എന്താ റിലേഷൻ? 2 times ഹൈറ്റ് 2 times ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റേഡിയസ് ഓഫ് പ്രിസം കിട്ടും, അല്ലെങ്കിൽ സിലിണ്ടർ കിട്ടും. റേഡിയസ് ഓഫ് സിലിണ്ടർ കിട്ടും. അതാണ് ഇവിടെ ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ റേഡിയസ് ഒരു 10 ആണെങ്കിൽ നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. ഈ ഹൈറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? റേഡിയസ് കിട്ടണം. അതാണ് ഇവിടുത്തെ റിലേഷൻ. ഇനി നേരെ നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ വിത്ത് സൈഡ്സ് 48 cm ആൻഡ് 25 cm ഈസ് റോൾഡ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 25 cm. ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഷീറ്റ് ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത് 28ഉം ബ്രെഡ്ത്ത് 25ഉമാണ്. ഇത് റോള് ചെയ്തിട്ട് 25 cm ഹൈറ്റുള്ള ഒരു സിലിണ്ടർ ഉണ്ടാക്കി. ഓക്കെ ആണല്ലോ? അങ്ങനെ സിലിണ്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ ഒരു സൈഡ്, ഈ ഷീറ്റിൻ്റെ ഒരു സൈഡ് സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആവും. അത് ഇവിടെ തന്നിട്ടുണ്ട്. 25ആണ് ഹൈറ്റ് ആയത്.
അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് 48 എന്നുള്ള സൈഡ് ആ സിലിണ്ടറിൻ്റെ ബേസിൻ്റെ പെരിമീറ്റർ ആണാവുക, ബേസ് പെരിമീറ്റർ ആണാവുക. ഇനി ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആർ ക്ലോസ്ഡ് എക്സാക്ട്ലി ഫിറ്റിംഗ് സർക്കിൾസ്. അങ്ങനെ നമ്മൾ മടക്കി ഉണ്ടാക്കിയാൽ രണ്ട് എൻഡുകളും ഹോളോ ആയിട്ടാണ് ഉണ്ടാവുക. അവിടെ നമ്മൾ എക്സാക്ട്ലി ഫിറ്റ് ചെയ്യുന്ന സർക്കിൾസ് വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്തു. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്നാണ് ചോദിച്ചത്. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം ഇതാണ്. ബേസ് പെരിമീറ്റർ 48 ആണ്, ഹൈറ്റ് 25 ആണ്, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചോ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ബേസ് പെരിമീറ്റർ 48, ഹൈറ്റ് 25, ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നേരെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ കാണുന്ന ആളൊരു റെക്റ്റാങ്കുലർ ഷീറ്റാണെന്ന് വിചാരിക്കുക. ഇതിനെ മടക്കി വളച്ചും കണ്ടാണ് നമ്മൾ ഈ കാണുന്ന സിലിണ്ടർ ഉണ്ടാക്കിയത്. ഹൈറ്റ് ഇവിടെയും 25, ഇവിടെയും 25 എന്ന് കിട്ടി. ഈ 48 ഇനി എവിടെയാണ് വരിക എന്ന് വെച്ചാൽ ഈ കാണുന്ന ബേസിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. ബേസ് പെരിമീറ്റർ, അതല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ബേസ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഞാൻ ആ രണ്ട് കാര്യങ്ങൾ ഇന്ന് എഴുതി വെക്കാൻ പോവാണ്. സർക്കംഫറൻസ്, ബേസ് സർക്കംഫറൻസ് ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ. അടുത്തത് ഹൈറ്റ് ഓഫ് പ്രിസം, ഹൈറ്റ് ഓഫ്, ഇവിടെ സിലിണ്ടറാണ്, ഹൈറ്റ് ഓഫ് സിലിണ്ടർ 25 സെൻറ്റിമീറ്റേഴ്സ്. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക? കേർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയ, 2 ബേസ് ഏരിയ, അല്ലേ? അപ്പം ഇവിടെ ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം? കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക? നമ്മുടെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? ബേസ് സർക്കംഫറൻസ് ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം. അപ്പം ബേസ് സർക്കംഫറൻസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 48. ഹൈറ്റും തന്നിട്ടുണ്ട് 25. അപ്പോൾ നേരിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെ വരും 48 ഗുണം 25, 48 ഇൻറ്റു 25. 48 ഇൻറ്റു 25 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1200 എന്നാണ് കിട്ടുക. അപ്പം 1200 സെൻറ്റിമീറ്റർ സ്ക്വയർ കേർവ്ഡ് സർഫസ് ഏരിയ ആയി. കേർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 1200 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി കണ്ടുപിടിക്കേണ്ടത് ബേസ് ഏരിയ ആണ്. അത് ഒരു ബേസിൻ്റെ ഏരിയ അല്ല, 2 ബേസിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പം 2 ടൈംസ് ബേസ് ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ബേസ് ഏരിയ കണ്ടുപിടിക്കുക? ബേസ് സർക്കിളാണ്, അപ്പോൾ πr² എന്നാണ് ഇക്വേഷൻ. അപ്പോൾ 2 ഉണ്ടായതുകൊണ്ട് 2πr². അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടോ? തന്നിട്ടേ ഇല്ല. ക്വസ്റ്റ്യനിൽ എവിടെയും നമ്മളോട് റേഡിയസ് എന്ന് പറയുന്നില്ല. പകരം നമുക്ക് പറയുന്നത് ബേസ് സർക്കംഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് ആദ്യം റേഡിയസ് കണ്ടുപിടിക്കണം. ഈ സർക്കംഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സർക്കിളിൻ്റെ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്, 2πr എന്നാണ് ഫോർമുല. അപ്പോൾ ആ 2πr ആണ് 48. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് 6 കിട്ടും. 6 കിട്ടും എങ്ങനെയാണ്? ഇവിടെ കാണുന്ന 2π എന്ന് പറയുന്ന ആളില്ലേ, ഇയാളെ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ 48 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. 48 ഡിവൈഡഡ് ബൈ 2π. അതിനെ വേണമെങ്കിൽ ഒന്ന് വെട്ടിച്ചെറുതാക്കിയാൽ 48 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 24 എന്ന് കിട്ടും, 24/π എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ റേഡിയസ് ശ്രദ്ധിക്കണം, റേഡിയസ് എന്ന് പറയുന്ന ആളെന്താണ്? 24/π ആണ്. ഇനി നേരെ നമുക്ക് ബേസ് ഏരിയ കണ്ടുപിടിക്കാം. 2 ബേസ് ഏരിയ, ഇത് 2 ബേസ് ഏരിയ കാണാനുള്ള ഫോർമുലയാണ് 2 ഇൻറ്റു πr². അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. 2 ബേസ് ഏരിയ ഈക്വൽ ടു 2πr² എന്നാണ് ഫോർമുല. അപ്പോൾ അവിടെ 2 ഇൻറ്റു π ഇൻറ്റു 24/π ആണ് ഒരു റേഡിയസ്. അപ്പോൾ 2 റേഡിയസ് സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? ഒരു 24/πയും കൂടെ വരും. ഓക്കെ, ഇതിൽ ആരെങ്കിലും വെട്ടിപ്പോവും. ഇവിടെ കാണുന്ന ഈ പയ്യും എന്തായിപ്പോയി? വെട്ടിപ്പോയി. ഇനി 24 ഇൻറ്റു 24 ഉണ്ട്, 24 ഇൻറ്റു 24 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 24ൻ്റെ സ്ക്വയറാണ്, 4 4 16, ബാക്കി 1, 4 ഇൻറ്റു 2 8, 8 1 9. 24 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 48 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6, ഇവിടെ 7 എന്നും ഇവിടെ 5 എന്ന് വരും. അപ്പം 576 എന്ന് കിട്ടും. ആ 576ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 576 ഇൻറ്റു 2 12 എന്ന് കിട്ടും. റിമൈൻഡർ 1,
2 × 7 14, 14ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 15 എന്ന് കിട്ടും. വീണ്ടും റിമൈൻഡർ 1. 5 × 2 10, 10ഉം 1ഉം കൂട്ടിയാൽ 11 ആണ് കിട്ടുക. അപ്പം 1152 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്, ഒരു പൈ ഉണ്ട് അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ പൈ ആണ് 2 ടൈംസ് ബേസ് ഏരിയ കിട്ടുക. ഇവിടെ ഞാൻ പൈക്ക് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ എഴുതി വെക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ, ടോട്ടൽ സർഫസ് ഏരിയ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, കേർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ടൈംസ് ബേസ് ഏരിയ. ഇവിടെ 2 ടൈംസ് ബേസ് ഏരിയ നമുക്കിപ്പോൾ തന്നെ കിട്ടിയതല്ലേ, ഇത് ഇവിടെ തന്നെ ഉണ്ട്. എത്രയുള്ളത്, 1152 പൈ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി 1152 ഡിവൈഡഡ് ബൈ പൈ. ഇനി ഇവിടെയുള്ള കേർവ്ഡ് സർഫസ് ഏരിയ ഇത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഇവിടേക്ക് നോക്കിയേ, കേർവ്ഡ് സർഫസ് ഏരിയ എത്ര കിട്ടിയത്, 1200, 1200 ആണ് കിട്ടിയത്. അപ്പോൾ അതിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1200 പ്ലസ് 1152 ഡിവൈഡഡ് ബൈ പൈ, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. പൈക്ക് വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ പൈ എന്ന് കൊടുക്കാം. പൈൻ്റെ വാല്യൂ 3.14 എന്നും കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഫോമായ 22/7 എന്നും കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ഫൈനൽ ആൻസർ വേണമെങ്കിൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലം ഇതുവരെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു. താങ്ക്